നീണ്ട 11 വർഷമായി സർഫാസി എന്ന ജനവിരുദ്ധ നിയമത്തിനെതിരെ പ്രവർത്തിക്കുകയും വളരെ നിസ്വരായ ജനങ്ങളുടെ കിടപ്പാടങ്ങൾ ജപ്തി ചെയ്യുന്നതിനെതിരെ ശക്തമായി ഇടപെടുകയും ചെയ്യുന്ന ഒരു സംഘടന എന്ന നിലയിലാണ് നമ്മുടെ ഈ അടുത്ത കാലത്ത് ഏകദേശം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജനങ്ങളെല്ലാം അതിൻ്റെ ആലസ്യത്തിൽ മുഴുകി ജപ്തി നടപടികളെല്ലാം പതുക്കെ നിർത്തിവെച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും തിരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വന്നു. ബാങ്കുകൾ ജപ്തി നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. ഈ ജപ്തി നടപടികൾ വളരെ ജനവിരുദ്ധമായി തന്നെ സാധാരണക്കാരൻ്റെ 1, 2, 3, 5 സെൻറ്റും വരുന്ന കിടപ്പാടങ്ങൾ ജപ്തി ചെയ്ത് തെരുവിലെറിയുന്ന തരത്തിലേക്ക് ഇന്ന് ബാങ്കുകൾ അമിതാധികാര പ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് പൊതുസമൂഹത്തിൽ ചൂണ്ടിക്കാണിക്കാൻ നമ്മൾ വിശ്വസിക്കുന്ന ഓരോ പ്രസ്ഥാനങ്ങളും തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ്. അപ്പോൾ പോലും ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന അരക്ഷിതാവസ്ഥ, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ദാരിദ്ര്യം ഇതെല്ലാം വളരെ പ്രകടമായി സമൂഹത്തിൽ നിഴലിച്ചു നിൽക്കുന്നുണ്ടെന്നുള്ളത് വസ്തുതയാണ്. അതിന് ആധുനികമായി നമ്മൾ തിരഞ്ഞെടുക്കുന്ന സർക്കാരുകൾ ഈ വിഷയത്തിൽ എന്താണ് നിലപാടെടുക്കേണ്ടത്, എങ്ങനെയാണ് ഇതിനെ സമീപിക്കേണ്ടത്? ഒരു കിട്ടാക്കടം വരുത്തി വെച്ച ഒരാൾ അയാൾ കിട്ടാക്കടം ഉണ്ടായിട്ടടയ്ക്കാത്തതാണോ, അതോ അയാളുടെ സാമൂഹ്യ സാഹചര്യത്തിൻ്റെ ഇരയായി നിന്നുകൊണ്ട് അയാൾക്ക് അടക്കാൻ കഴിയാത്തതാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആധുനിക സർക്കാർ അങ്ങനെയാണ് നിർവഹിക്കേണ്ടത്. മറിച്ച് ഇവിടെ സർഫാസി എന്നൊരു നിയമത്തിലൂടെ ആഗോള മൂലധന ശക്തികൾക്ക് ഒത്താശ ചെയ്യുകയും അവർക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഈ നിയമം സമൂഹത്തിലെ നിലനിൽക്കുന്ന ഭരണഘടനയെ തന്നെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശത്തെ പോലും ഖനിച്ചുകൊണ്ട് ഈ ഇരയാക്കപ്പെട്ടവനെ കേൾക്കാതെ സർഫാസി നടപടിയിലൂടെ തെരുവിലെറിയുന്ന വലിയ ദുരന്തം നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് എടവനക്കാട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടമായ വൈപ്പിൻകരയിൽ ജപ്തി നടപടികളുമായി മുന്നോട്ട് വന്നു. അവർ ജപ്തി നടപടികൾ മാത്രമല്ല അവർ അവലംബിക്കുന്നത്, ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി ലേലം ചെയ്ത് വിൽക്കുന്ന ഒരു പദ്ധതിയാണ് അവർ നടപ്പിലാക്കുന്നത്. അങ്ങനെ ഒരു പദ്ധതിയുമായി മുന്നോട്ട് വന്നപ്പോൾ പ്രസാദിൻ്റെയും അതുപോലെ സിദ്ധൻ്റെയും വീട് ജപ്തി ചെയ്യാൻ ഇവർ അളന്ന് തിട്ടപ്പെടുത്തി ബോർഡ് വയ്ക്കാൻ വന്നപ്പോൾ സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനം അത് അറിയുകയും ഇടപെടുകയും വളരെ വലിയ ബഹുജന പ്രക്ഷോഭത്തിലൂടെ ആ സമരത്തെ ബാങ്കിൻ്റെ ആ പ്രവൃത്തിയെ തടയുകയും ചെയ്തിട്ടുണ്ട്. അത് സമൂഹത്തിലെ ദരിദ്രർക്കും സമൂഹത്തിലെ ഏറ്റവും പാർശ്വവൽകൃതരായിട്ടുള്ള ജനങ്ങൾക്കും നൽകുന്ന ഊർജം ചെറുതല്ലാത്തതാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള ഇതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള സമരങ്ങൾ കേരളത്തിൽ ഉയർന്നു വരേണ്ടതുണ്ട്. കാരണം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് സമൂഹം എത്തിയിട്ടുണ്ട്. 75 വർഷത്തോളമായി നമ്മൾ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും നമ്മളിന്നും പട്ടിണിയിലും വിലക്കയറ്റത്തിലും ദാരിദ്ര്യത്തിലും എല്ലാം തന്നെയാണ്. അതിന് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സമൂഹത്തിൻ്റെ പൊതുചലനങ്ങൾക്കനുസരിച്ച് ഇവിടെ ആർക്കും പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ഇവിടെ വൻകിട കോർപ്പറേറ്റുകൾക്കൊരു നിയമവും സാധാരണക്കാരന് മറ്റൊരു നിയമവും സൃഷ്ടിച്ചുകൊണ്ട് കിട്ടാക്കടം തിരിച്ചു പിടിക്കാനെന്ന പേരിൽ ഈ ബാങ്കുകൾ നടത്തുന്ന ഇത്തരം പകൽക്കൊള്ളയ്ക്കെതിരെ സമൂഹത്തിന് മനസ്സാക്ഷി ഉണർന്നു വരേണ്ടതുണ്ട്. അതുകൊണ്ട് സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനം 11 വർഷമായി നടത്തിപ്പോരുന്ന ഇത്തരം സമര പരിപാടികളിൽ
നിങ്ങളുടെ എല്ലാവിധമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. അതുപോലെ ജപ്തി നേരിടുന്നവരെല്ലാം തന്നെ ഒരു കുടക്കീഴിൽ അണിനിരന്നുകൊണ്ട് ഈ ജനാധിപത്യ വിരുദ്ധമായ പ്രവണതകൾക്കെതിരെ ഈ നിയമം എവിടെയാണോ നിർമ്മിച്ചത് അവിടെ തന്നെ ഇതിനെ തിരുത്തിക്കൊണ്ട് റദ്ദാക്കിക്കൊണ്ട് ഇതിനെതിരായ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കണമെന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.